ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ പ്രതിയായ സായിക്കയ്ക്ക് വേണ്ടി ജാമ്യാപേക്ഷ നൽകുകയും ആ അപേക്ഷ കോടതിയിൽ നിന്ന് പരിഗണിക്കുകയും സർക്കാരിൻ്റെ വാദം കേൾക്കാനായിട്ട് അടുത്ത മാസം 10-ാം തീയതിക്ക് കേസ് മാറ്റുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജി LL എൻകർ അവരുടെ കോടതികളാണ് വാദം കേൾക്കുക. സ്ത്രീകൾക്കെതിരായ കുറ്റമായതുകൊണ്ട് സ്ത്രീകളുടെ കോടതി പരിഗണിക്കണമെന്ന് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി 10-ാം തീയതിക്ക് കേസ് മാറ്റിയത്. ഈ കേസിൽ യാതൊരു തെളിവുകളില്ലെന്നും അതുപോലെ തന്നെ പ്രതി കുറ്റം ചെയ്തിട്ടില്ലെന്നും ആഞ്ഞടിച്ചുകൊണ്ടാണ് അപേക്ഷ കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, പ്രതി കുറ്റം ചെയ്തു എന്ന് തെളിയിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ പറയുന്ന റസീല രാജു ഈ കമ്പനിയിൽ നിന്നും, ഇൻഫോസിസ് കമ്പനിയിൽ നിന്നും 1 കോടി രൂപ വാങ്ങിച്ചെടുത്തു എന്നല്ലാതെ കുറ്റം ചെയ്ത യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുവാനോ അല്ലെങ്കിൽ കുറ്റം ചെയ്തതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് കണ്ടെത്തുവാനോ ഒരു CBI ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാനോ ഈ പറയുന്ന കുട്ടിയുടെ വീട്ടുകാരോ നാട്ടുകാരോ അല്ലെങ്കിൽ ഈ പറയുന്ന പൂന എന്ന് പറയുന്ന വലിയ ഒരു ജില്ലയിലെ യാതൊരു സംഘടനകളും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതും വളരെ അപലപനീയമാണ്. ഒരു പ്രതിഭാഗം എന്ന അഭിഭാഷകൻ എന്നതിലുപരിയായിട്ട്, ഒരു വക്കീൽ എന്ന നിലയ്ക്ക്, പ്രതിഭാഗം വക്കീലിനുപരിയായിട്ട് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ കേസിനെ നമ്മൾ കാണുമ്പോൾ, ഒരു കേസേൽപ്പിച്ച പ്രതിയുടെ കേസ് നടത്തുന്നതിനേക്കുപരിയായി ഒരു വാദിക്ക് നീതി കിട്ടുവാനായിട്ട് ആളുകൾ കാണിക്കുന്ന വ്യഗ്രത അത് വെറും 1 കോടി രൂപയിൽ ഒതുങ്ങുന്നതാണോ എന്നും ഒരു സംശയം ഈ സമയത്ത് ഞാൻ ഖേദത്തോടെ പ്രകടിപ്പിക്കുന്നു. കാരണം പ്രതിയെ യഥാർത്ഥ കുറ്റവാളിയാണ് അല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ പണം ശേഖരിച്ചുകൊണ്ട് ഈ വീട്ടുകാരും അല്ലെങ്കിൽ നാട്ടുകാരോ പോയത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ പറയുന്ന കുറ്റം തെളിയിക്കാൻ യാതൊരു തെളിവുകളും ഇല്ലാത്തത് കൊണ്ടാണ് ഒരു പക്ഷേ ഈ ഇൻഫോസിസ് കമ്പനിയിൽ മറ്റേതെങ്കിലും ജീവനക്കാർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ അത് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുത്താൻ സാധിച്ചാൽ ഈ പ്രതി രക്ഷപ്പെടും. ഈ പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയുകയും ചെയ്യും. കുറ്റക്കാരെ പിടിക്കാതെ ആരെങ്കിലും ചെയ്ത കുറ്റം ഈ പ്രതിയുടെ തലയിൽ കെട്ടിയേൽപ്പിക്കുകയും ഈ പ്രതിയെ ബലിയാടാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഈ സമയത്ത് ഓർക്കേണ്ടിയിരിക്കുന്നു.